നമ്മുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളൊക്കെ നമ്മൾ എല്ലാ ദിവസവും ചർച്ച ചെയ്യുന്നുണ്ട്. ഇന്നലെ നമ്മൾ പാകിസ്ഥാനിലെ കാര്യങ്ങളൊക്കെ ചോദിച്ചു തന്നെ. ഇന്നും പാകിസ്ഥാനിൽ എന്തെങ്കിലും വിശേഷം ഉണ്ടോ? നമുക്ക് എല്ലാ ദിവസവും പാകിസ്ഥാൻ വാർത്തകൾ വായിക്കാം. പ്രേക്ഷകർക്ക് വേണ്ടി ഇന്നത്തെ ABC പാകിസ്ഥാൻ വാർത്തകൾ. പക്ഷെ ഇന്നത്തെ വാർത്ത നമുക്ക് വലിയ താല്പര്യമുള്ള വാർത്തയാണ്. നമുക്കറിയാമല്ലോ, നമ്മുടെ രാജ്യത്തിൻ്റെ ശത്രുക്കളെ പലയിടത്തായിട്ട് ഡിഷും എന്ന് പറഞ്ഞ് അജ്ഞാതർ തട്ടുന്നുണ്ട്. അത് കാനഡയാവട്ടെ, ലോകത്തെവിടെയും ഇന്ത്യക്ക് ഉപദ്രവം ചെയ്തവരൊക്കെ കൊല്ലപ്പെടുന്നുണ്ട്. ഇപ്പോൾ പാകിസ്ഥാനിലൊരു ബ്രിഗേഡിയർ കൊല്ലപ്പെട്ടു, നമ്മളാണ് പറഞ്ഞത്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസവും പറഞ്ഞു നമ്മൾ കൊല്ലപ്പെട്ടെന്ന് പറഞ്ഞു. അപ്പോൾ അജ്ഞാതൻ ഇങ്ങനെ പൂണ്ട് വിളയാടുകയാണ് പാകിസ്ഥാനിൽ. അത് ബലൂചിസ്ഥാൻ, ഓർക്കുന്നില്ലേ, നമ്മൾ 2 ആഴ്ച മുമ്പ് നമ്മളൊരു വീഡിയോ ആയിരുന്നു. ബലൂചിസ്ഥാനിലെ ഒരു മന്ത്രി പത്രസമ്മേളനം നടത്തി. നമ്മുടെ ചാനലിൽ നമ്മൾ വാർത്ത കൊടുത്തിട്ടുണ്ട്. അതായത് പത്രസമ്മേളനം നടത്തിയ ആൾ പറയുന്നത് ഇവിടെ ഭയങ്കരമായിട്ട് ഇടപെടുകയാണ്. ഈ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയെയും അഫ്ഗാനിസ്ഥാൻ താലിബാനെയും സഹായിക്കുന്നു ഇന്ത്യയാണ്. ഇതിൻ്റെ പിന്നിലുണ്ട്. സാമ്പത്തിക സഹായം കൊടുക്കുന്നു, ആയുധം കൊടുക്കുന്നു ഒക്കെ. പാകിസ്ഥാനിലെ ബലൂജിലെ ഒരു മന്ത്രി പത്രസമ്മേളനം നടത്തി. നമ്മുടെ പത്രത്തിലൊന്നും വാർത്തയില്ലായിരുന്നു. പക്ഷെ നമ്മളത് പാകിസ്ഥാൻ കാര്യങ്ങൾ നമ്മൾ വളരെ കീനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് ABC. കാരണം നമുക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് നമ്മൾ പല വാർത്തകളും ചെയ്തു. ഓർക്കുന്നില്ലേ, ഫാൽക്കൺ 50 എന്ന് പറഞ്ഞാൽ 50 ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുക. 50 ടെററിസ്റ്റുകളെ ഇങ്ങോട്ട് കടത്തി വിട്ടിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ പാകിസ്ഥാൻ ഖൊറേസാൻ, നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള ആളുകളെ, ഇന്ത്യയിലെ ഹിന്ദുക്കളെ മുഴുവൻ കൊല്ലണം എന്ന് പറഞ്ഞ് അവരുടെ മുഖമാസികയിൽ വന്ന ലേഖനം നമ്മൾ റിപ്പോർട്ട് ചെയ്ത്. അപ്പോൾ പാകിസ്ഥാനെ സംബന്ധിച്ച് ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം നടക്കുന്നത് ബലൂചിസ്ഥാൻ മേഖലയിലാണ്. പഷ്തൂൺ മേഖല, ഖൈബർ പഷ്തൂൺ മേഖല, ഇവിടെയൊക്കെ വലിയ സംഘർഷം നടക്കുന്നുണ്ട്. ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി BLA വലിയ തോതിൽ സംഘർഷം നടത്തുന്നു. അപ്പോൾ ഈ ഖൈബർ പഷ്തൂൺ മേഖലയിൽ അഫ്ഗാനിസ്ഥാൻ നേരിട്ട് കയറി കളിക്കുന്നുണ്ട്. അവിടെ കയറിയിട്ട് ആക്രമണം നടത്തുന്നു. അപ്പോൾ ഇൻറ്റേർണലി ആഭ്യന്തരമായി പാകിസ്ഥാൻ വലിയ പ്രതിസന്ധിയിലാണ്. എങ്ങനെ തീവ്രവാദി ആക്രമണം, ഈ ബലൂചിസ്ഥാനിലെ ജനങ്ങളുടെ അടിച്ചമർത്തലിനെതിരെ അവർ നടത്തുന്ന പ്രതിരോധ പ്രവർത്തനങ്ങൾ, ഒപ്പം തന്നെ പാകിസ്ഥാനിലെ പ്രതിപക്ഷത്തിൻ്റെ പ്രശ്നമുണ്ട്. ഇമ്രാൻഖാൻ്റെ അവസ്ഥ അറിയാമല്ലോ, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ഷഹബാസ് ഷെരീഫ് പ്രധാനമന്ത്രി ആയതുവരെയുള്ള രാഷ്ട്രീയ അസ്ഥിരത, നാട്ടിലെ പട്ടിണി. നമ്മൾ ഇന്നലെ ചെയ്തു, ഭിക്ഷ യാചിക്കാൻ വേണ്ടി പോകുന്ന 2000 പേരുടെ പാസ്പോർട്ട് റദ്ദാക്കി. ലോകം മുഴുവൻ ഭിക്ഷക്കാരായിട്ട് പോയിക്കൊണ്ടിരിക്കുക പാകിസ്ഥാൻകാർ. അതുകൂടാതെ ഒരു ചാക്ക് ഗോതമ്പിന് വേണ്ടി ആളുകളെ കുത്തിക്കൊല്ലുന്നു. ഇതൊക്കെ നടക്കുന്നതിനിടയ്ക്കാണ് പാകിസ്ഥാനിൽ വ്യാപകമായി ഇന്ത്യയുടെ ശത്രുക്കൾ എന്ന് പറയുന്ന ആളുകൾ കൊല്ലപ്പെടുന്നത്. അപ്പോൾ പാകിസ്ഥാൻ ഗവൺമെൻറ് ഇപ്പോൾ ഒരു പ്രത്യേക സാങ്ഷൻ കൊടുത്തിരിക്കുക. കാരണം അവരാകെ അസ്വസ്ഥരായിരിക്കുന്നു. പ്രത്യേകിച്ച് ഈ ഖൈബർ പഷ്തൂൺ മേഖലയിലും ബലൂചിസ്ഥാൻ മേഖലയിലും ആളുകൾ ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെടുന്നു. അത് ഉയർന്ന പദവിയിലിരിക്കുന്നത്. ചിലരെ കാണാതെ പോകുന്നു, എവിടെ പോകുന്നു അറിയത്തില്ല, മിസ്സിംഗ് ആണ്. അപ്പോൾ അതുകൊണ്ട് ആകെ സർക്കാരിന് തലവേദന എടുത്തിട്ട് പാകിസ്ഥാൻ ടെലികമ്മ്യൂണിക്കേഷൻ അതോറിറ്റിക്ക് ഗവൺമെൻറ് ഒരു ഉത്തരവ് കൊടുത്തിരിക്കുക. അതായത് രാജ്യത്തെ എല്ലാ പൗരന്മാരുടെയും ടെലഫോൺ ചോർത്തണം. രാജ്യത്തെ എല്ലാ പൗരന്മാരുടെയും, പ്രത്യേകിച്ച് പഷ്തൂൺ ബലൂചിസ്ഥാൻ മേഖലയിലുള്ള മുഴുവൻ പേരുടെയും ടെലഫോൺ ചോർത്താൻ ISIക്ക്, ഇന്റർ സർവീസ് ഇൻ്റലിജൻസ് ഗ്രൂപ്പാണ്, പാകിസ്ഥാൻ്റെ ചാരസംഘടനയാണ് ISIക്ക് പെർമിഷൻ കൊടുത്തിരിക്കുക. അവരുടെ ഗ്രേഡ് 18, അതാണ് അവരുടെ റാങ്ക്. നമ്മുടെ ഇവിടെ SP റാങ്കിലുള്ളവർക്ക് ഇപ്പോൾ ടെലഫോൺ ഡീറ്റെയിൽസ്, ഒരാളുടെ ഇപ്പോൾ സിനുവിൻ്റെ മൊബൈൽ ഡീറ്റെയിൽസ് വേണം. ആരെയൊക്കെ വിളിച്ചു, നിങ്ങൾക്ക് ആരുടെയൊക്കെ കോൾ വരുന്നു, അതിൻ്റെ കോളിൻ്റെ ഡീറ്റെയിൽസ്, നമ്പർ എത്ര വന്നു, എത്ര സമയം വിളിച്ചു, അങ്ങോട്ട് എത്ര പോയി, എത്ര വിളിച്ചു, ഈ ഡീറ്റെയിൽസ് അറിയാനുള്ള അവകാശം പോലീസ് നേരത്തെ ചോദിച്ചാൽ ആർക്കും കിട്ടുമായിരുന്നു. അത് നമ്മൾ സ്വകാര്യതയുടെ ഭാഗമായിട്ട് അത് SP റാങ്കിലുള്ളൊരു ഉദ്യോഗസ്ഥൻ അപേക്ഷ രേഖാമൂലം കൊടുത്താലേ ഇപ്പോൾ കിട്ടത്തുള്ളൂ. അതുപോലെ പാകിസ്ഥാനിൽ ISI ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ISIയുടെ ഗ്രേഡ് 18, 18ാം ഗ്രേഡിലുള്ള ഒരു റാങ്കാണ്. നമ്മുടെ SI DSP എന്നൊക്കെ പറഞ്ഞൊരു റാങ്ക്. ISIയുടെ ഗ്രേഡ് 18, 18ാം ഗ്രേഡിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെട്ടാൽ, അത് മുതൽ മുകളിലേക്കുള്ള ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെട്ടാൽ ഏത് പാകിസ്ഥാൻ പൗരൻ്റെയും ടെലഫോൺ ചോർത്താൻ ബലൂചിസ്ഥാൻ ഖൈബർ പഷ്തൂൺ മേഖലയിലുള്ള ജനങ്ങളുടെ ടെലഫോൺ അനുവാദം കൊടുത്തിരിക്കുകയാണ്. നമ്പർ എടുക്കുന്നല്ല, ചോർത്തുവാണ്. അതായത് നമ്മൾ പറഞ്ഞ ഇത് ഈ ഡീറ്റെയിൽസ് എടുക്കലല്ല, ടെലഫോൺ ടാപ്പ് ചെയ്യുക, അതിനുള്ള പെർമിഷൻ ഒഫീഷ്യലി കൊടുത്തിരിക്കുകയാണ്. ഇതിപ്പോൾ പുതിയ വിവരമൊന്നുമില്ല. അപ്പോൾ ഇമ്രാൻഖാൻ്റെ ഭാര്യ ബുഷ്ര ബീവി, അപ്പോൾ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇമ്രാനും ബുഷ്ര ബീവിയുടെയും അവരുടെ പാർട്ടിയുടെയും ടെലഫോൺ വ്യാപകമായി ചോർത്തപ്പെടുന്നുള്ള പരാതി ഉണ്ടായിരുന്നു. അപ്പോൾ അതേ തുടർന്ന് ബുഷ്ര ബീവി പാകിസ്ഥാൻ ഹൈക്കോടതിയിൽ ഒരു പെറ്റീഷൻ കൊടുത്തിരുന്നു, എൻ്റെ ഫോൺ ടാപ്പ് ചെയ്യുന്നുണ്ടെന്ന്. ഇപ്പോൾ അത് നേരത്തെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഉന്നത പദവികളിലിരിക്കുന്ന ആളുകളുടെ
ടെലഫോണാണ് ചോർത്തിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ലോകത്ത് തന്നെ ആദ്യമായിരിക്കും. പാകിസ്ഥാൻ്റെ ഒരു പ്രവിശ്യയാണ് ബലൂചിസ്ഥാൻ എന്ന് പറയുന്നത്. ബലൂചിസ്ഥാനിലും ഖൈബർ പഷ്തൂൺ മേഖലയിലുള്ള ആളുകളുടെ ആരുടെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും പാകിസ്ഥാനിലെ ഒരു ഇൻസ്പെക്ടർ റാങ്കിലുള്ള ഗ്രേഡ് 18 റാങ്കിലുള്ള ISI ചാര സംഘടനയ്ക്ക് ചോർത്താം എന്ന ഉത്തരവ് പാകിസ്ഥാൻ ടെലികമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് പാകിസ്ഥാൻ കൊടുക്കേണ്ടി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എത്ര ഭീകരമായ അവസ്ഥയാണ് അവിടെ നിലനിൽക്കുന്നത്. അതായത് ഈ അജ്ഞാതർക്കൊക്കെ ഈ പ്രാദേശികമായ സഹായങ്ങൾ വരുന്നുണ്ടോ എന്നുള്ള അതാണ് കൃത്യമായി പറയുന്നുണ്ട്. ആ ഉത്തരവ് പറയുന്നത് ഒന്ന് ദുരൂഹ സാഹചര്യത്തിൽ ആളുകൾ കൊല്ലപ്പെടുന്നു, ആളുകളെ കാണാതാവുന്നു. ഇതിന് പരിഹാരം എന്താണെന്ന് അറിയില്ല. അതുകൊണ്ട് രണ്ട് സംസ്ഥാനങ്ങളിലെ ആലോചിച്ച് നോക്കുക. നമ്മൾ ഖൈബർ പഷ്തൂൺ എന്ന് പറയുന്നു, ബലൂചിസ്ഥാൻ എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ 2 പ്രവിശ്യകളാണ്, അവിടെ സ്റ്റേറ്റ്സ് എന്ന് പറയും. ആ പ്രദേശത്തുള്ള ആരുടെ ഫോണും എപ്പോൾ വേണമെങ്കിലും ഒരു SI റാങ്കിലുള്ള ഗ്രേഡ് 18 റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ വിചാരിച്ചാൽ ചോർത്താൻ കഴിയും എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും എത്രയോ ഭീകരാവസ്ഥയിലാണ് അവിടെ നിൽക്കുന്നത്. ഇപ്പം നമ്മുടെ കാശ്മീരിൽ ചില പ്രശ്നങ്ങളുണ്ട്. മനഃപൂർവ്വം പാകിസ്ഥാൻ വന്ന് പ്രശ്നം ഉണ്ടാക്കുകയാണ്. അന്ന് കയറ്റിവിട്ട 50 പേരിൽ അവശേഷിക്കുന്നവരാണ് ഈ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ കാട്ടിനുള്ളിൽ നിന്ന് ഒളിച്ചു അതിൻ്റെ പേരിൽ കാശ്മീരിലുള്ള മുഴുവൻ പേരുടെ ടെലഫോൺ ചോർത്താനൊന്നും ഇന്ത്യ പറയുന്നില്ല. ഇന്ത്യ ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല. കംപ്ലീറ്റ് നമ്മളും ചോർത്തുണ്ടാവാം, രഹസ്യാന്വേഷണ ഏജൻസികൾ ടെലഫോൺ ടാപ്പ് ചെയ്യുന്നുണ്ടാവാം, ഇല്ല എന്ന് പറയാം. പക്ഷേ അത് ബ്ലാങ്കറ്റ് ഓർഡർ കൊടുത്തിട്ട് ഒരു SI റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ വിചാരിച്ചാൽ ഒരു പ്രദേശത്തെ മുഴുവൻ ആളുകളുടെയും ടെലഫോൺ ചോർത്തി മെസ്സേജുകൾ ഉൾപ്പെടെ എല്ലാം ചോർത്താമെന്നുള്ള ഒരു ബ്ലാങ്കറ്റ് ഉത്തരവ് പാകിസ്ഥാൻ പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ഇതാണ് പാകിസ്ഥാനിൽ നിന്നുള്ള ഇന്നത്തെ വാർത്ത. അപ്പോൾ എത്ര ഗുരുതരമായ പ്രതിസന്ധിയിലൂടെയാണ് പാകിസ്ഥാൻ കടന്നു പോകുന്നത്. അരക്ഷിതാവസ്ഥയുടെ അങ്ങേയറ്റം എത്തിയിരിക്കുന്നു. മാത്രമല്ല ജനങ്ങളുടെ സ്വകാര്യത, ആളുകൾ എങ്ങനെ ടെലഫോൺ ഉപയോഗിക്കും? സാധാരണക്കാരൻ്റെ അവസ്ഥ അല്ലേ? സാധാരണക്കാരൻ എങ്ങനെ ജീവിക്കും? ഒരു അവൻ പറയുന്നത് എല്ലാം കേട്ടോണ്ടിരിക്കും. ഞാൻ ആലോചിക്കുന്നത് ഈ പ്രേമിക്കുന്നവരൊക്കെ എന്ത് ചെയ്യുന്ന രാത്രിയിലൊക്കെ ഫോണിൽ മെസ്സേജ് അപ്പുറത്ത് കേട്ടോണ്ടിരിക്കും. ചേട്ടാലൊക്കെ വിളിക്കുമ്പോൾ എന്തോന്ന് വിളിക്കുന്നത് പാകിസ്ഥാൻ ISIയുടെ ഏജന്റ് ആയിരിക്കും. അത് നമ്മൾ തമാശയായിട്ട് പറയുന്നു. ഇത് വേറെ കാര്യമുണ്ടേ. ഇപ്പോൾ ആളുകളൊക്കെ സ്വകാര്യ സംഭാഷണത്തിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ പറയും. അപ്പോൾ ഒരു പ്രവിശ്യയിലുള്ള 1-2 പ്രവിശ്യയിലുള്ള മുഴുവൻ ആളുകളുടെയും ടെലഫോൺ ഇങ്ങനെ ചോർത്തുക എന്ന് പറഞ്ഞാൽ അവരുടെ പല സ്വകാര്യ വിവരങ്ങളും കിട്ടും. കാരണം പാകിസ്ഥാനിൽ ഭയങ്കര ദാരിദ്ര്യമാണ്, ആരുടെയും പൈസയൊന്നുമില്ല. ഈ ISIക്കാരൻ്റെ അവസ്ഥയൊക്കെ കഷ്ടമാണ്, എല്ലാവർക്കും കഷ്ടമാണ്. അപ്പോൾ ഇത്തരം വിവരങ്ങളൊക്കെ വൈറ്റലായിട്ടുള്ള വിവരങ്ങളൊക്കെ കിട്ടുമ്പോൾ അത് ഏതെല്ലാം തരത്തിൽ ദുരുപയോഗപ്പെടുത്തപ്പെടാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യും. സ്ത്രീകളെ ട്രാപ്പിലാക്കാൻ പറ്റും, ആളുകളുടെ രഹസ്യങ്ങൾ, ബിസിനസ് രഹസ്യങ്ങൾ ഇതൊക്കെ ചോർത്താൻ പറ്റും. അപ്പോൾ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം അതീവ ഗുരുതരമായ പ്രതിസന്ധിയിലേക്ക് ഏതാണ്ട് കൊളാപ്സ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരുപക്ഷെ ഇന്ത്യ ആക്രമിക്കുകയൊന്നും വേണ്ടി വരത്തില്ല. അതിനു മുമ്പ് പാകിസ്ഥാൻ ഇടിഞ്ഞു പൊളിഞ്ഞു വീടുന്ന അവസ്ഥയിലേക്ക് വരും. രാജ്യത്തെ ജനങ്ങളെ മൊത്തമായി സർക്കാരിന് വിശ്വാസമില്ലാതെ വരുന്നു എന്ന് പറഞ്ഞാൽ അതിലും ഭീകരാവസ്ഥയൊന്നുമില്ല. അപ്പോൾ അനിവാര്യമായ ഒരു ദുരന്തത്തിലേക്ക് പാകിസ്ഥാൻ നടന്നെടുക്കുകയാണ്. പക്ഷേ നമ്മളിപ്പോൾ ഇവിടെ ജനാധിപത്യം, ആളുകളുടെ സ്വകാര്യത, ഇതിനു വേണ്ടിയൊക്കെ വാദിക്കുന്ന അന്താരാഷ്ട്ര തലത്തിൽ പ്രശസ്തരായ ആളുകളൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. പാകിസ്ഥാനിലെ ജനങ്ങളുടെ സ്വകാര്യതയ്ക്ക് വേണ്ടി നിലനിർത്തുന്ന ഈ ആക്രമണത്തിനെതിരെ അവരൊന്ന് പ്രതിഷേധിക്കുമോ? ഒരിക്കലുമില്ല. ഒരു വളരെ മോശമാണ്. പാകിസ്ഥാൻ ജനങ്ങൾക്ക് സ്വകാര്യതയ്ക്ക് അവകാശമുണ്ട് എന്ന് നിങ്ങൾക്കാർക്കെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കാൻ പറ്റുമോ? അല്ല, ധൈര്യം ഉണ്ടാവില്ല. ധൈര്യമില്ല. അത് നമ്മുടെ പാകിസ്ഥാൻ, നമ്മുടെ ആളുകളല്ലേ, അതാണ് പ്രശ്നം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത്. ഇന്നത്തെ പാകിസ്ഥാൻ വാർത്ത ഇവിടെ അവസാനിക്കുന്നു. അങ്ങനെ നമുക്ക് അവസാനിപ്പിക്കേണ്ട ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ഇനി കുറച്ചാൾ കഴിയുമ്പം ഈ പാകിസ്ഥാനിലെ ആൾക്കാർ, ഇന്ത്യക്കാരെയൊക്കെ നോക്കിയിട്ട് പറയുമല്ലോ, ഞങ്ങൾക്ക് ഒരൊറ്റ കാര്യത്തിൽ അസൂയുള്ളൂ നിങ്ങളോട്. അപ്പം ചോദിക്കുക, എന്താ അത്? നിങ്ങൾ ഇന്ത്യയിൽ ജനിച്ചല്ലോ, അല്ലെ ഇന്ത്യയിൽ ജീവിക്കുന്നല്ലോ, സുസ്ഥിരമായൊരു ഭരണം ഉണ്ടല്ലോ, അങ്ങനെ ഒരു കാലം വരുമോ? അത് അല്ല, അങ്ങനെ കാലം വരുന്നില്ലെന്ന് അത് സാങ്കല്പിക ചോദ്യമൊന്നുമില്ല. നമ്മുടെ അതിർത്തി ഒന്ന് തുറന്നിട്ട് നോക്കിയേ, ഇടിച്ചു കയറി വരും. പാകിസ്ഥാനിൽ പിന്നെ ആരും കാണത്തില്ല. അതാണ് ഈ POK എന്നൊക്കെ പറയുന്നത്. POK പിന്നെ നമ്മുടെയാണ്. ഞാൻ പറയുന്നത് നമ്മുടെ അതിർത്തികൾ, നമ്മൾ പാകിസ്ഥാൻ്റെയോ ബംഗ്ലാദേശിൻ്റെ അതിർത്തി ഓപ്പണായിട്ട് തുറന്നിട്ട് ഒരു ഇൻവിറ്റേഷൻ പോലും വേണ്ട സിനു. കാരണം നമ്മൾ ഈ പറയുന്ന അവർ ഈ മതമൗലികവാദികളൊക്കെ ആയിട്ട് ജീവിക്കുകയാണ്. അവിടെ ഈ നമ്മുടെ കേരളത്തിലും ഇല്ലേ ഇപ്പോൾ ഇസ്ലാമിക രാജ്യമാക്കണം എന്നൊക്കെ പറയുന്നത് മനസ്സിൽ കൊണ്ടുനടക്കും. പക്ഷെ അവർ മൈനോറിറ്റിയാണ്, മൈക്രോ മൈനോറിറ്റിയാണ്. അതാണ് ഞാൻ തപ്പിത്തടഞ്ഞത്. മൈനോറിറ്റി പോലുമല്ല, മൈക്രോ മൈനോറിറ്റി ആയ ആളുകൾക്ക് ഈ ഇസ്ലാമിക രാജ്യമാണ്, ഞങ്ങൾക്ക് ഇസ്ലാമിക ഭരണം വേണമെന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഭൂരിപക്ഷം മുസ്ലിങ്ങൾക്കും അങ്ങനെ ആഗ്രഹമൊന്നുമില്ല. ഇസ്ലാമിക ഭരണം വന്നാൽ എന്താ ഇവിടെ സംഭവിക്കാന്നറിയാം. സ്ത്രീകളുടെ വിദ്യാഭ്യാസം, വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യം, ചാക്കി കയറി നടക്കൽ, ഇങ്ങനെയുള്ള ഒരു സ്വാതന്ത്ര്യം ഇപ്പം അനുഭവിക്കുന്ന മുഴുവൻ സ്വാതന്ത്ര്യങ്ങളും
ബലി കൊടുക്കലാണ് ഇന്ത്യയിൽ ഇസ്ലാമിക ഭരണം വന്നാലെന്ന് ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്കറിയാം. പക്ഷേ അവർ മിണ്ടുന്നില്ല. കാരണം അറിയോ, ഈ ഒരു ചെറിയ ന്യൂനപക്ഷമായ ആളുകളെ ഭയമാണ് അവർക്ക്. നമ്മൾ ഈ പറയുന്ന നമ്മുടെ ചാനലിൽ പറയുന്ന പോലെ പറയുന്നത് കേട്ട് ചിലരൊക്കെ നമ്മൾ മുസ്ലിം വിരുദ്ധരാണെന്ന് പറയുന്നുണ്ട്. ഇല്ല, നമ്മൾ ഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങളുടെ കൂട്ടത്തിലാണ്. നമ്മുടെ ചാനലിലെ വാർത്തകൾ പരിപാടികൾ കണ്ടിട്ട് നിങ്ങൾ പറയുന്നത് 100% ശരിയാണ്. എത്രയോ ഇസ്ലാം മത വിശ്വാസികളുണ്ട്. നമ്മൾ ഈ മുസ്ലിം വിശ്വാസികളായ ജനങ്ങൾക്കെതിരല്ല, ജനാധിപത്യ വിശ്വാസികളായ അവരെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന, അവരെ ഒരു മതത്തിൻ്റെ അടിമ ജീവിതത്തിലേക്ക് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്ന ശക്തികൾക്കാണ് നമ്മളിതിരെ. അവർ വളരെ ന്യൂനപക്ഷമാണ്. വളരെ നമ്മൾ നോക്കൂ, നമ്മളൊരു 100 മുസ്ലിമിനെ എടുത്താൽ ഈ തീവ്ര ആശയം അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇറാഖിലെ പോലെയോ ഇറാനിലെ പോലെയോ അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനിലെ പോലെയോ അല്ലെങ്കിൽ ദുബായിലെ പോലെയോ, ദുബായിലെ UAE പോലെ അല്ലെങ്കിൽ ഒമാനിലെ കുവൈറ്റിലെ പോലെ ഒരു ഇസ്ലാമിക ഭരണം വരണം എന്ന് മഹാഭൂരിപക്ഷം മുസ്ലിങ്ങളും ആഗ്രഹിക്കുന്നില്ല. അതോടുകൂടി അവർക്ക് നഷ്ടപ്പെടുന്ന അവരിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സ്വാതന്ത്ര്യങ്ങളാണ് അല്ലേ. നമ്മുടെ ഇന്ത്യൻ മുസ്ലിങ്ങളെ പോലെ ലോകത്ത് സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന ഒരു മുസ്ലിം കമ്മ്യൂണിറ്റി വേറെ ഉണ്ടാവത്തില്ല. അത്രയ്ക്ക് ഫ്രീഡം ഉണ്ട്. അത്രയ്ക്ക് ഫ്രീഡം അവർക്കുണ്ട്. അവർക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാം, ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാം. പിന്നെ വല്ലയിടത്തും ഒക്കെ വല്ല ഒറ്റപ്പെട്ട സംഭവം ഉണ്ടാവുന്നത് പർവ്വതീകരിച്ചിട്ടാണ്. ഇപ്പം അങ്ങനെയാണെങ്കിൽ ബംഗാളിൽ കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ടായല്ലോ. ഒരു സ്ത്രീയെ കൂട്ടിയിട്ട് ഓടിച്ചിട്ട് പരസ്യമായി മർദ്ദിക്കുന്നു. എന്നിട്ട് അവിടുത്തെ MLA പറയുന്ന സെന്റൻസ് വളരെ വൈറലാണ്. നമ്മുടെ പത്രങ്ങളിലാണ് വാർത്തയാവാത്തത്. ഈ സ്ത്രീക്ക് ഒരു അവിഹിത ബന്ധം ഉണ്ടായിരുന്നു. ഭർത്താവിന് കൊണ്ട് മാറി താമസിക്കുന്നത് വേറൊരുത്തരായിട്ട് ബന്ധമുണ്ട്. അതുകൊണ്ട് JCB എന്നുള്ള ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഒരു MLA അയാളാണ് അയാളുടെ അനുയായികളാണ് മർദ്ദിക്കുന്നത്. ഇയാളെ ന്യായീകരിച്ചുകൊണ്ട് ഒന്നും പറഞ്ഞ വർത്തമാനം എന്നറിയാം. ഇത് നമ്മുടെ ഇസ്ലാം രാഷ്ട്രത്തിൽ എവിടെ ബംഗാളിലെ പശ്ചിമ ബംഗാളിൽ നമ്മുടെ ഇസ്ലാമിക രാജ്യത്തിൽ അത് ചില നിയമങ്ങളും സദാചാര നിയമങ്ങളും ഉണ്ട്. ഇസ്ലാമിക രാജ്യത്തിൽ നമ്മുടെ ഇസ്ലാമിക രാജ്യത്തിൽ അയാൾ പറയുന്നത് ചില നിയമങ്ങൾ പാലിക്കേണ്ടതുണ്ട് എന്ന് പറയുന്നത്. ഇന്നലെ ബംഗാളിലെ ഒരു മന്ത്രി പറയുന്നു പരസ്യമായി ഭരണഘടനാ പ്രകാരം സത്യം ചേർത്ത് ആരോടും പ്രത്യേക മമതയോ വിവേചനമോ ഇല്ലാതെ ഞാൻ പ്രവർത്തിക്കുമെന്ന് ഭരണഘടന ചൊല്ലി സത്യപ്രതിജ്ഞ ചെയ്ത മന്ത്രി പ്രസംഗിച്ച അങ്ങനെയാ. നമുക്ക് എല്ലാവരും ഈമാൻ രക്ഷിക്കാൻ വേണ്ടി നമ്മളെല്ലാവരെയും മുസ്ലിം മതം ജനിച്ചവർ മാത്രമാണ് ശരിക്കും ഭാഗ്യം ചെയ്തവർ എന്നൊരു മന്ത്രി, അതായത് സത്യപ്രതിജ്ഞ എന്ന പ്രതിജ്ഞ പറഞ്ഞ ആരോടും മമതയില്ലാതെ ആരോടും വിദ്വേഷമില്ലാതെ എല്ലാവരെയും ഒരേപോലെ കാണാൻ തയ്യാറാണെന്നാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത് മന്ത്രി. അങ്ങനെയൊക്കെ നടക്കുന്നു. അപ്പം നമ്മുടെ രാജ്യത്ത് ഇങ്ങനെ പറയുന്ന ആളുകൾ പക്ഷേ ഭാഗ്യവശാൽ 1% ഒക്കെ ഉള്ളൂ. പക്ഷെ അവരെ ബാക്കി 99% പേടിച്ചിട്ട്, കാരണം ഇവരെന്തും ചെയ്യും. കാരണം അവർ പറയുന്ന കാര്യങ്ങളെ പരസ്യമായി എതിർക്കാൻ തയ്യാറുള്ള മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് പേടിയാണ്. അപ്പോൾ അത്തരം ആളുകൾക്ക് ഈ നാട്ടിൽ ജീവിച്ചു പോകണ്ടേ. അതുകൊണ്ട് പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ഇവരെയൊക്കെ എതിർക്കുകയാണ്. നോക്കൂ, നമ്മുടെ നാട്ടിൽ ഈ ശരീഅത്ത് നിയമം നിക്കാഹിൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ടല്ലോ. പക്ഷേ കേരളത്തിൽ ഉൾപ്പെടെ എത്രയോ ആളുകളാണ് യൂണിഫോം സിവിൽ കോഡിനെ വേണ്ട എന്നൊക്കെ പരസ്യമായി പറയുന്ന ആളുകൾ തന്നെ അവരുടെ 10-50 വയസ്സ് കഴിഞ്ഞിട്ട് വീണ്ടും പോയി സ്പെഷ്യൽ മാരേജ് ആക്ട് അനുസരിച്ച് വിവാഹം രജിസ്റ്റർ ചെയ്യുകയാണ്. നമ്മൾ പ്രശസ്തരാണെങ്കിൽ മാത്രം പത്രത്തിൽ കാണും. അതിന്റെ കണക്കുകൾ വന്നിട്ടുണ്ട്. ഓരോ ജില്ലയിലും കാസർഗോഡ്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലൊക്കെ വലിയ തോതിൽ ആളുകൾ 50-ാം വയസ്സിലും 60-ാം വയസ്സിൽ പോയിട്ട് വീണ്ടും വിവാഹം രജിസ്റ്റർ ചെയ്യുന്നു. ശരീഅത്ത് നിയമപ്രകാരം നടത്തിയ വിവാഹം നിലനിൽക്കെ സ്പെഷ്യൽ മാരേജ് ആക്ട് അനുസരിച്ച് എന്തുകൊണ്ടാണ് ഇവർ വിവാഹം ഭരണഘടന അനുസരിച്ച് നിൽക്കണം? അല്ല, കാരണം അവർ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്വത്തുക്കൾ അവരുടെ മക്കൾക്ക് കിട്ടുന്നില്ല. ഇവരുടെ കാലശേഷം സഹോദരങ്ങളും അവരുടെ മക്കളും ഒക്കെ കൊണ്ടുപോയി വല്ലതും നക്കാപ്പിച്ചേ സ്വന്തം മക്കൾക്ക് കിട്ടത്തുള്ളൂ. അതാണ് ശരീഅത്ത് നിയമം. അപ്പോൾ മഹാഭൂരിപക്ഷം മുസ്ലിങ്ങൾക്കും ശരീഅത്ത് നിയമം തെറ്റാണെന്ന് ബോധ്യമുണ്ട്. പക്ഷെ ധൈര്യമായിട്ട് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് അവർ രഹസ്യമായി പോയി സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യുന്നത്. അത് വലിയ തോതിൽ കേരളത്തിൽ നടക്കുന്നുണ്ട്. എനിക്കറിയാവുന്ന ആളുകൾ എത്രയോ പേരുണ്ട്. നമ്മളൊരു അഭിഭാഷകൻ, ഒരു സിനിമ അത് മാത്രമേ നമ്മൾ കേട്ടിട്ടുള്ളൂ. ഓരോരുത്തർക്കും നമ്മുടെ പ്രദേശത്ത് അന്വേഷിച്ചാൽ, പക്ഷെ ഒരുപക്ഷെ പറയത്തില്ലായിരിക്കും, രഹസ്യമായിട്ടായിരിക്കും. പേടിയാണ്. എനിക്ക് ശരീഅത്ത് നിയമത്തിനെതിരായിട്ട് സ്പെഷ്യൽ മാരേജ് ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്തു എന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയാണ്. പക്ഷേ അതിൻ്റെ കണക്ക് വെച്ച് നമ്മളൊരു സ്റ്റോറി ഇന്ന് ചെയ്യുന്നുണ്ട്. ABC നമ്മൾ കേരളത്തിൽ നടക്കുന്ന മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ എത്രത്തോളം സ്പെഷ്യൽ മാരേജ് ആക്ട് അനുസരിച്ച് വിവാഹം വീണ്ടും രജിസ്റ്റർ ചെയ്യുന്നു എന്നത് സംബന്ധിച്ച് നമുക്കൊരു സ്റ്റോറി ചെയ്യാം. അറിയട്ടെ. അപ്പോൾ ഏതായാലും പാകിസ്ഥാനിലെ കാര്യങ്ങൾ
നമ്മൾ ഓരോ ദിവസവും ചെയ്യുമ്പോൾ ആളുകൾക്ക് വലിയൊരു ഇൻഫർമേഷൻ പാകിസ്ഥാനിലെ കാര്യങ്ങൾ പുതിയ ഇൻഫർമേഷൻ നമ്മൾ കൊടുക്കും. പാകിസ്ഥാൻ ഇന്ത്യയായിട്ട് നിങ്ങളും താരതമ്യം ചെയ്ത് നോക്കണം. പാകിസ്ഥാൻ ഇന്ത്യയിൽ ജീവിക്കുന്നത്, ഇന്ത്യയിൽ ജനാധിപത്യം ഇല്ല, മോദിയുടെ ഫാസിസ്റ്റ് ഭരണം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന കുറേ ആളില്ലേ. പാകിസ്ഥാനിൽ നിങ്ങളുടെ സ്വപ്നഭൂമിയാണല്ലോ. സച്ചിദാനന്ദൻ പറയുന്ന ഒരു കവിയുണ്ടല്ലോ, അദ്ദേഹം സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ്. അദ്ദേഹം പറഞ്ഞു ലോകത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം ലാഹോറാണെന്ന് പറഞ്ഞത്. അതായത് ഇവിടുത്തെ കൂട്ടൊന്ന് സ്വതന്ത്രമായിട്ട് അഭിപ്രായം പറയാൻ പോലും അതാണ്. ഒന്ന് ഫോൺ ചെയ്യണമെങ്കിൽ ഇതാണ് അവസ്ഥ. അപ്പോൾ ഇന്നത്തെ പാകിസ്ഥാൻ വാർത്ത ഇനി നിർത്താം. ഗംഭീരമായിട്ടുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.